Students, now we can study about intensity of electric field due to a point charge. അതായത് ഒരു പോയിന്റ് ചാർജ് ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് ചാർജിൽ നിന്ന് r ഡിസ്റ്റൻസ് ദൂരത്തായിട്ട് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതൊരു പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാനും ആ പോയിന്റിൽ ആദ്യം നിങ്ങൾ ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുപോയി വെച്ചാൽ മതി. ടെസ്റ്റ് ചാർജ് എന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഞാൻ P എന്ന് പറയുന്ന പോയിന്റിൽ Q0 എന്ന ഒരു ടെസ്റ്റ് ചാർജ് കൊണ്ടുപോയി വെക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെയൊരു പോയിന്റ് ചാർജ് കൊണ്ടുപോയി വെച്ചാൽ അതിന് മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ശരിയല്ലേ? ഇവിടെ രണ്ട് ചാർജുകളുണ്ട്. ഒന്ന് നമ്മുടെ സോഴ്സ് ചാർജ് Q, രണ്ടാമത്തത് ഒരു ടെസ്റ്റ് ചാർജ് Q0. നിങ്ങൾ വിചാരിക്കൂ, തന്നിരിക്കുന്ന പോയിന്റ് ചാർജ് പോസിറ്റീവ് ചാർജാണ്. നിങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് ഒരു പോസിറ്റീവ് ചാർജുള്ള ടെസ്റ്റ് ചാർജാണ്. അങ്ങനെയാണെങ്കിൽ Q0 എന്ന് പറയുന്ന ടെസ്റ്റ് ചാർജിന് മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടും. ശരിയല്ലേ? ആ ഫോഴ്സ് എത്രയാണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന് നമുക്കിനി കണ്ടുപിടിക്കണം. നമുക്കറിയാം, Q0 എന്ന് പറയുന്ന ചാർജിന് മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടേക്കാണ് ആക്ട് ചെയ്യുക? രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് Q0ന് മുകളിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് അലോങ് ദ ലൈൻ ആൻഡ് ഇറ്റ് ഈസ് പോയിൻറ്റിങ് എവേ ഫ്രം ദ സോഴ്സ് ചാർജ്. അതാണ് നിങ്ങൾക്കിവിടെ കാണിച്ചിരിക്കുന്നത്. നൗ വി ക്യാൻ ഫൈൻഡ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ് Q0 പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. നമുക്കറിയാം, കൂളോംസ് ലോ പ്രകാരം the force on a charge due to another charge is given by F is equal to 1 by 4 pi epsilon 0 Q1 Q2 divided by R square ആണ്. ഇവിടെ Q1 എന്ന് പറയുന്നത് Q, Q2 എന്ന് പറയുന്നത് Q0, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടും? F is equal to 1 by 4 pi epsilon 0 Q0 divided by R square. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ടെസ്റ്റ് ചാർജിന് മുകളിൽ ഉണ്ടാവുന്ന ഫോഴ്സിനെ ആ ടെസ്റ്റ് ചാർജ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. സോ ഹിയർ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ടെസ്റ്റ് ചാർജ് Q0 ഈസ് F. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P ഈസ് ഗിവൺ ബൈ E ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ Q0. ശരിയല്ലേ? ഇനി നമ്മൾ ആ ഫോഴ്സിൻ്റെ സ്ഥാനത്ത് എന്ത് അപ്ലൈ ചെയ്യുക? 1 by 4 pi epsilon 0 Q0 ഡിവൈഡ് ബൈ R സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കിട്ടും. And the equation for intensity of electric field is 1 by 4 pi epsilon 0 Q divided by R square. അതെങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം, E is equal to F by Q0, that is F is 1 by 4 pi epsilon 0 Q0 divided by R square. Divided by Q0 means into 1 by Q0. ഇവിടെ Q0 cancelled. Therefore the final equation is what? 1 by 4 pi epsilon 0 Q divided by R square. ശരിയല്ലേ? ഇനി നമുക്ക് ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണെന്ന് നോക്കാം. നമുക്കറിയാം, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ആക്ടിങ് അലോങ് ദ ലൈൻ ജോയിനിങ് ആൻഡ് പോയിൻറ്റിങ് അവേ ഫ്രം ദ source charge. So here the intensity of electric field is also in the direction of force, that is it is radially outward. കാരണം ഇവിടെ തന്നിരിക്കുന്ന പോയിന്റ് ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആണ്, അല്ലേ? സോ നമുക്കറിയാം, എ വെക്ടർ ഈസ് ഓൾവേസ് റെപ്രസെൻറ്റഡ് ബൈ വെക്ടർ എ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ ക്യാപ്. ശരിയല്ലേ? ഇവിടെ എ എന്ന് പറയുന്നത് 1 by 4 pi epsilon 0 Q ഡിവൈഡ് ബൈ R സ്ക്വയർ ആണ്. എ ക്യാപ്പ് എന്ന് പറയുന്നത് ദ ഡയറക്ഷൻ ആണ്. ഇവിടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടേക്കാണ്? അലോങ് ദ ലൈൻ, ഓക്കെ, ആൻഡ് പോയിൻറ്റിങ് അവേ. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഈസ് അലോങ് ദ ലൈൻ R. Therefore the unit vector is R cap. So the equation is vector is equal to 1 by 4 pi epsilon 0 Q divided by R square into R cap. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ മറ്റൊരു രീതിയിൽ കൂടി എഴുതാം. വി നോ ദാറ്റ് R cap is equal to vector R divided by R
and the intensity of electric field is given as vector E is equal to 1 by 4 pi epsilon 0 Q divided by R square into vector R divided by R square into R is R cube. So we got the final equation as E equal to 1 by 4 pi epsilon 0 Q divided by R cube into vector R. ശരിയല്ലേ? ഇതിൽ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. The magnitude of the electric field is 1 by 4 pi epsilon 0 Q divided by R square. അവിടെ 1 by 4 pi epsilon 0 ഒരു കോൺസ്റ്റൻ്റ് ആണ്. Q എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റ് ചാർജ് ആണ്. അപ്പോൾ ഇവിടെയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് R ആണ്. അതായത് പോയിന്റ് മാറുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നു. അങ്ങനെ ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മാറും. ആൻഡ് the relation between the electric field and distance is E proportional to 1 by R square. എന്ന് പറഞ്ഞാൽ as the distance increases, the intensity of electric field decreases. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസും തമ്മിലൊരു ഗ്രാഫ് വരക്കാം. ആൻഡ് the graph is like this. Intensity of electric field ഡിസ്റ്റൻസിനനുസരിച്ച് കുറയുന്നു. So the shape is a rectangular hyperbolic shape. ശരിയല്ലേ? ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. ഇവിടെയുള്ള കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1 by 4 pi epsilon 0 Q divided by R square ആണ്. R മാറുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മാറുമെന്ന് മനസ്സിലായി. ഇനി നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരു പോയിന്റ് ചാർജ് തന്നിട്ടുണ്ട് Q. അതിൽ നിന്ന് R ഡിസ്റ്റൻസ് ദൂരെയുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ E ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 1 by 4 pi epsilon 0 Q divided by R square. അതുപോലെ R ഡിസ്റ്റൻസ് ദൂരത്ത് ഞാൻ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. അവിടെയുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നെയാണ്? E തന്നെയാണ്. വേറെ ഒരു പോയിന്റ് എടുക്കുന്നു R ഡിസ്റ്റൻസ് ദൂരത്ത്. ആ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും എത്ര തന്നെയാണ്? E തന്നെയാണ്. ഇവിടെ വേറൊരു പോയിന്റ് എടുക്കുന്നു. അവിടെ ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എത്ര തന്നെയാണ്? R ഡിസ്റ്റൻസ് ദൂരത്ത് E തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ചാർജിൽ നിന്ന് ഇക്യു ഡിസ്റ്റൻറ്റ് ആയിട്ടുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിലെല്ലാം ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. സോ യു ക്യാൻ സേ ദാറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് സ്പെറിക്കലി സിമെട്രിക്. എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ചാർജ് സെൻറ്ററിൽ വെച്ചുകൊണ്ട് നിങ്ങളൊരു സ്പിയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പിയറിലുള്ള എല്ലാ പോയിന്റിലും ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? സെയിം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ഈസ് സ്പെറിക്കലി സിമെട്രിക് ആൻഡ് ഇറ്റ് ഈസ് റേഡിയൽ. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് റേഡിയലി ഔട്ട്വേർഡ്. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇറ്റ് ഈസ് റേഡിയലി ഇൻവേർഡ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ക്ലാസ്സുകൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.